ക്ലാസിസം എന്തെന്ന് നോക്കാം ആദ്യം. ലെറ്റ്സ് ഗോ ടു ദ classical age. So welcome to lesson. Today in this class we are going to deal with terms, literature and literary theory. First of all we'll go to classical age, classicism. So it's an aesthetic, they are a kind of aesthetic attitudes and principles based on culture, art and literature of ancient Greece and Rome, and characterized by emphasis on form, simplicity, proportion and restrained emotions. ഇതിന് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആ ഒരു രീതിയിൽ ഭയങ്കര എന്താണ് കൾച്ചറൽ, ആർട്ട്, ലിറ്ററേച്ചർ ഓഫ് ഏൻഷ്യൻ ഗ്രീക്ക് റോമൻ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡ്സും പ്രിൻസിപ്പിൾസും ആണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ എംഫസൈസ് ഓൺ ഫോമിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സിംപ്ലിസിറ്റി, പ്രൊപ്പോർഷൻ ആൻഡ് റീസ്ട്രെയിൻഡ് ഇമോഷൻസ് അങ്ങനെ കൂടുതലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് അല്ല അത്. ദാറ്റ് ഈസ് ക്ലാസിസം. ഓക്കെ, നൗ ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോൾനെസ് ആൻഡ് യൂണിറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂണിറ്റി ഓഫ് ആക്ഷൻ ഒക്കെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ എവിടെന്നെങ്കിലും വന്ന് ഏതെങ്കിലും ഭാഗം അങ്ങനെയല്ല, കൃത്യമായിട്ടൊരു യൂണിറ്റി, ഹോൾനെസ്സും വേണം അതിലുള്ള വർക്ക്സിനൊക്കെ. അത് അങ്ങനെയുള്ള വർക്ക്സിനൊക്കെ നമ്മൾ ക്ലാസിസം എന്നാണ് പറയുക. ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ 400 BC. ബി എന്നേ ഉള്ളൂ അല്ലേ, സോറി, BC ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഓർക്കണം, 400 BC ആണ്. പിന്നെ തീംസ് വരുന്നത് ഹിസ്റ്ററി വരുന്നുണ്ട്, ഓർഡർ ഓവർ കെയോസ്, റീസൺ വേഴ്സസ് പാഷൻ എക്സെട്ര. ഇതൊക്കെയാണ് തീംസായിട്ട്, കാര്യമായ തീംസായിട്ട് അതിൽ വരുന്നത്. അവരുടെ എന്തെങ്കിലും മുന്നേ നടന്നു പോയ കാര്യങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായത്, അത് എന്താ പറയുക, അത് സംഭവിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് തീംസ് കാര്യമായിട്ട് ഈ ഒരു ക്ലാസിക്കൽ ക്ലാസിസം ഏജിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൽ വരുന്ന ഓതേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സായിട്ട് വരുന്നത് ഏർലി ക്ലാസിക്കൽ ഏജിൽ. ഏർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഈ ഒരു ഫാക്ടേഴ്സ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ അവരുടെ ആ ഹോൾനെസ്സിനെ കുറിച്ചും അതുപോലെ അവർ ഗ്രീക്ക് കൾച്ചറൽ ആർട്ട് ആയിട്ടുള്ള എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന റൈറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ആ ഭാഗത്തുള്ള അതല്ല. ഇപ്പം നമുക്കറിയാം റൊമാൻറ്റിക് പോയറ്റ്, ഇപ്പോഴും റൊമാൻറ്റിസം ഫോളോ ചെയ്യുന്ന പോയറ്റ്സ് ഉണ്ടാവും, ഇപ്പോഴും ന്യൂ ക്ലാസിക്കൽ എലമെൻറ്റ്സ് ഫോളോ ചെയ്യുന്ന പോയറ്റ്സും റൈറ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ആദ്യം ഏർലി ആയിട്ടുള്ള ക്ലാസിക് റൈറ്റേഴ്സ് ആണ് അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് റൈറ്റർ ആയിരുന്നു. സോഫോക്ലിസ് ഗ്രീക്ക് ആയിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഗ്രീക്ക് അവരുടെ ആ ഒരു അവർ ഏതാണ് എന്ന് പറഞ്ഞാൽ അവർ ഏത് കൺട്രിയിൽ ഏത് നാഷണാലിറ്റി അങ്ങനെ എഴുതുമെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ സാധ്യതയുണ്ട്. സോഫോക്ലസ് ഏത് പ്ലേ റൈറ്ററായിരുന്നു, ഏത് ഡാഷ് പ്ലേ റൈറ്റർ എന്നുള്ള രീതി ചോദിച്ചാൽ ഗ്രീക്ക്, റോമൻ, ലാറ്റിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തിരിച്ച് റോമൻ ലാറ്റിൻ ഒന്നാണ് കേട്ടോ, സോറി. അപ്പം എന്താ പറയുക, അങ്ങനെ തരുമ്പോൾ നമ്മൾ പിന്നെ കൺഫ്യൂഷൻ ആകുമല്ലോ. അപ്പോൾ ആ കൺഫ്യൂഷനാണല്ലോ നമ്മുടെ മാർക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്രീക്കാണ് അരിസ്റ്റോട്ടിലും സോഫോക്ലസും. അപ്പോൾ അരിസ്റ്റോട്ടിലിനും സോഫോക്ലസിനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഗ്രീക്കാണ്, അപ്പോൾ സോഫോക്ലസും നല്ല ഒരു ഗ്രീക്കാണ് എന്നുള്ളതൊക്കെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ സിസറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമനാണ്, വെർജിലും റോമനാണ്. അപ്പോൾ അവർ രണ്ടാളും റോമനാണ്. യൂറിപ്പിഡീസ് ഗ്രീക്കാണ്, ഹോമർ ഗ്രീക്കാണ്. ഓക്കെ, ഹൊറേസ് ലാറ്റിനാണ്. ഹൊറേസ് ലാറ്റിൻ എന്ന് പറഞ്ഞാൽ റോമൻ തന്നെയാണ്. അപ്പം അദ്ദേഹം ലാറ്റിനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. എന്തായാലും അരിസ്റ്റോട്ടിൽ, സോഫോക്ലസിനെയും ഹോമറിനെയൊക്കെ നല്ല ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാലോ, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണെന്നുള്ളത്. അപ്പോൾ അവരൊക്കെ ഗ്രീക്കാണ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ലേറ്റർ ആയിട്ട് വന്നിട്ടുള്ള ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പിയറി കോർനെലി ഫ്രഞ്ച് റൈറ്ററാണ്. പിന്നെ TS എലിയറ്റ് ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ കരുതും ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഒരു റൈറ്റർ അല്ലേ എന്നൊക്കെ പറയാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രിറ്റിസിസം തിയറി, ക്രിറ്റിസിസം ഒരു അവരുടെ ആ ക്രിറ്റിസിസത്തിന് പറയുന്ന പേരാണ് അങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ. ബട്ട് ഈ ഒരു എലമെൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് TS എലിയറ്റിൻ്റെ വർക്ക്സിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം അദ്ദേഹത്തിൻ്റെ പ്ലേ നമുക്ക് പഠിക്കണ്ടല്ലോ, എന്താ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിലൊക്കെ വരുന്നത് ശരിക്കും ക്ലാസിക്കൽ എലമെൻറ്റ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ജീൻ റൈസിൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഒരു പ്ലേ റൈറ്ററാണ്. ഇദ്ദേഹവും ക്ലാസിക്കൽ ആ ഏജിൻ്റെ ആ ഒരു എന്താ പറയുക എലമെൻറ്റ്, ആ ഒരു സെൻസിബിലിറ്റി
കീപ്പ് ചെയ്യുന്ന ലേറ്റർ ആയിട്ടുള്ള റൈറ്റേഴ്സാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് ക്ലാസിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഇനീഡ് എഴുതിയത്, മിഡിയ ആരുടെ വർക്കായിരുന്നു, അങ്ങനെ ചോദിക്കാം. അതേപോലെ ആസ് പോയറ്റിക്ക ആരാണ് എഴുതിയത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആര് എഴുതിയത്, അല്ലെങ്കിൽ ആരുടെ ഈ വർക്ക്, ഈ വ്യക്തി, അതായത് ഈ വേർജിൽ എഴുതിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിക് ഏതാ, അങ്ങനത്തെ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓതറിനെ റിലേറ്റഡ് ആയിട്ടല്ലെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഏജിലേക്കോ ഒരു വർക്കോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണമല്ലോ. ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അതിലതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം എനീഡ് വാസ് റിട്ടൺ ബൈ വെർജിൽ, ഇലിയഡ്, ഒഡീസി, ഹോമർ, അത് നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയല്ല. മിഡിയ യൂറിപ്പിഡീസ് എന്ന് പറയുന്ന പിന്നെ റൈറ്ററാണ്. മിഡിയ എന്ന് പറയുന്ന പിന്നെ എഴുതിയിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേ ആണ്. ദെൻ മോർണിംഗ് ബിക്കംസ് എലക്ട്ര, അപ്പോൾ നിങ്ങളതിൽ വിചാരിക്കാത്തൊരു വർക്കാണ്, ക്ലാസിക്കൽ വർക്ക് തന്നെയാണ് കേട്ടോ. യൂജീൻ ഓനീൽ, അമേരിക്കൻ പ്ലേ റൈറ്ററാണ്. മോർണിംഗ് ബിക്കംസ് എലക്ട്ര എന്ന് പറയുന്ന പ്ലേ ക്ലാസിക്കൽ ക്ലാസിസം തീം ഉൾപ്പെടുന്ന ഇതാണ്, വർക്കാണ്. അത് നിങ്ങൾ ഓർക്കണം. പിന്നെ ഹൊറേസിൻ്റെ ആർസ് പോയറ്റിക്ക, അപ്പം നമുക്കിങ്ങനെ തരാറുണ്ട്. ആർട്സ് പോയറ്റിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയറ്റിക്സ് ആണെന്ന് കരുതും, ഡി പോയറ്റിക്ക എന്ന് കരുതും. അപ്പോൾ അതുകൊണ്ട് ആർട്സ് പോയറ്റിക്ക എന്നുള്ളത് ഹൊറൈസിൻ്റെയാണ്. ആർസ് അതുപോലെ ഹൊറൈസ് എന്ന് വരുന്നത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിടുക. ആർട്സ് പോയറ്റിക്ക എന്നുള്ളത് ഹൊറൈസിൻ്റെയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, നൗ ദാറ്റ് ഈസ് അബൌട്ട് ക്ലാസിസം. നൗ വി ക്യാൻ ഗോ ടു നിയോ ക്ലാസിസം. അപ്പം നിയോ ആയിട്ടുള്ള ക്ലാസിസം തന്നെ അത്രയേ ഉള്ളൂ. പക്ഷെ അതിന് കുറച്ച് എന്താ പറയുക, അതിൻ്റെ ഒരു ഇറകളൊക്കെ, ഡേറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 BC അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് നമ്മൾ കണ്ടു, എന്തൊക്കെയാണ് അതിൽ തീംസ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് പറഞ്ഞു, അതിൽ വരുന്ന വർക്ക്സ് പറഞ്ഞു. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു ക്ലാസിസം. അത് 400 BC തൊട്ട് തുടങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോഴും ചിലപ്പം ഉണ്ടാവാം. ക്ലാസിക്കൽ എലമെൻറ്റ്സ് ഉള്ള ക്ലാസിക്കൽ ഏജിനോട് കൂറ് പുലർത്തുന്ന റൈറ്റേഴ്സും അതുപോലുള്ള വർക്ക്സൊക്കെ ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഒരു ഏജിനെ നമ്മൾ നിയോ ക്ലാസിസം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതെന്താ നോക്കാം. നിയോ ക്ലാസിസം വാസ് എ വെസ്റ്റേൺ കൾച്ചറൽ മൂവ്മെൻറ്റ് ഇൻ ദ ഡെക്കറേറ്റീവ് ആൻഡ് വിഷ്വൽ ആർട്സ്, ലിറ്ററേച്ചർ, തിയേറ്റർ, മ്യൂസിക് ആൻഡ് ആർക്കിടെക്ചർ ദാറ്റ് ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം ദ ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ക്ലാസിക്കൽ ആൻറ്റിക്വിറ്റി. വിക്കിപീഡിയയിൽ നിന്നുള്ളൊരു ഡെഫിനേഷനാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെസ്റ്റേൺ ആയിട്ടുള്ള കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്. അത് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വിഷ്വൽ ആർട്സ്, പെയിൻറ്റിങ്സ്, അതുപോലെ ലിറ്ററേച്ചറിൽ, തിയേറ്ററിൽ, മ്യൂസിക്കിൽ, ആർക്കിടെക്ചറിൽ, ഇതിലെല്ലാം തന്നെ ദാറ്റ് ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം ദ ആർട്ട് ആൻഡ് കൾച്ചർ, ആർട്ടും കൾച്ചറും ക്ലാസിക്കൽ ആൻറ്റിക്വിറ്റിയിൽ നമ്മൾ പറയല്ലേ ക്ലാസിക്കൽ എലമെൻറ്റ്സ്, ആ ക്ലാസിക്കൽ എലമെൻറ്റ്സിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിക്കൽ എലമെൻറ്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എവിടുന്ന് വരുന്നതാണെന്നുള്ളത്. ഗ്രീക്ക്, റോമൻ കൾച്ചറലായിട്ടുള്ള അതുപോലെ ആർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തീം ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം അതാണ് ക്ലാസിസത്തിൻ്റെ, ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടു എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നിയോ ക്ലാസിസം സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഇറ്റ് ബിഗിൻസ് ഇൻ 1660 ആൻഡ് എൻഡ്സ് ഇൻ 1798. അപ്പോൾ 1660 റെസ്റ്റോറേഷൻ്റെ സമയത്ത് അങ്ങ് തുടങ്ങിയിട്ട്, റെസ്റ്റോറേഷൻ അതായത് അതിൻ്റെ ഇടയിൽ നമ്മൾ കോമൺവെൽത്ത് ഇയറൊക്കെ കഴിഞ്ഞു പോയി, പിന്നെ റെസ്റ്റോറേഷൻ വീണ്ടും മൊണാർക്കി തിരിച്ചു വന്നു ഇംഗ്ലണ്ടിൽ. അപ്പം 1660 സ്റ്റാർട്ട് ചെയ്തിട്ട് 1798 റൊമാൻറ്റിക് പിന്നെ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് ലിറിക്കൽ ബാലഡ്സിലൂടെ ആര്യ വേർഡ്സ്വർത്തും അതുപോലെ കോൾറിഡ്ജും ചേർന്നിട്ട്. അപ്പോൾ അതുവരെയാണ് നമ്മുടെ നിയോ ക്ലാസിസത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നോ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുക? ജസ്റ്റ് ലൈക്ക് ക്ലാസിസം പോലെ തന്നെ ഓർഡർ, അക്യുറസി ആൻഡ് സ്ട്രക്ചർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സ്ട്രക്ചർ മീൻസ് അത് കൃത്യമായ ഓർഡറിൽ നമുക്കറിയാം. ഇപ്പം നിങ്ങൾ പോപ്പിൻ്റെ, അലക്സാണ്ടർ പോപ്പിൻ്റെയോ ഡ്രൈഡൻ്റെ ഒക്കെ പോംസൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ റൈം സ്കീം, അതിൻ്റെ പാറ്റേൺ ഒക്കെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ കട്ടക്ക് നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു
രീതിയിലുള്ള ലൂസായിട്ടുള്ള വേർഡ്സ് ലിബറെ അങ്ങനെയുള്ള ഇതൊന്നും അങ്ങനത്തെ രീതിയിലുള്ള പോക്കൊന്നുമില്ല. നല്ല കൃത്യമായിരിക്കും, അവരുടെ ഓർഡർ അക്യുറസി ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. ഇൻ ഡയറക്റ്റ് ഓപ്പോസിഷൻ ടു റിനൈസാൻസ് ആറ്റിറ്റ്യൂഡ്സ് വേർ മാൻ വാസ് സീൻ ആസ് ബേസിക്കലി ഗുഡ്. റിനൈസാൻസിൽ പിന്നെ ഹ്യൂമനിസം ബേസ്ഡ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ വരുന്നത്. ഹ്യൂമൻ ആസ് ബിക്കംസ് ദ സെൻറ്റർ. റിലീജിയനെ മാറ്റിയിട്ട് ഹ്യൂമൻ എന്നുള്ളതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ദ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് പോർട്രേറ്റ് മാൻ ആസ് ഇൻഹറൻ്റ്ലി ഫ്ലോഡ്. മനുഷ്യർ ഒരു കുറവുള്ള സംഭവങ്ങളായിട്ട് മനുഷ്യരെ നന്നാക്കേണ്ടവരാണ്. മനുഷ്യൻ ജന്മനത്തിലെ തെറ്റ് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നാക്കുക, ആളുകളെ പരമാവധി നന്നാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകതരം സ്വഭാവം, ന്യൂ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. അപ്പോൾ നമുക്കതിൻ്റെ സോണേഴ്സൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കൃത്യമായിട്ട്. ദേ എംഫസൈസ് റീസ്ട്രെയിൻ, സെൽഫ് കൺട്രോൾ ആൻഡ് കോമൺ സെൻസ്. കോമൺ സെൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. റാഷണലിസം, ഇൻ്റലക്ച്വലിസം, കൺസർവേറ്റിസം, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജാണ് നിയോ ക്ലാസിസത്തിൻ്റെ. അതിന് 3 രീതിയിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 1662 to 1798 3 പാർട്സ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ്, ഫോൺ കോൾ വന്ന് പോയിക്കോ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഓക്കെ നോക്കാം. നൗ ദാറ്റ് ഈസ് 1660 to 1798 3 പാർട്സ് ഉണ്ട് ആയിട്ടാണ് വരുന്നത്. അത് തുടങ്ങിയത് 1660 തൊട്ടിട്ട് 1798 വരെയാണെന്നുണ്ടെങ്കിലും അതിൽ റെസ്റ്റോറേഷൻ പീരീഡ് ഉണ്ട്. ദാറ്റ് ഈസ് 1660 to 1688 റെസ്റ്റോറേഷൻ പീരീഡ് എന്നാണ് പറയുക. പിന്നെ അഗസ്റ്റൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 1688 to 1745. അഗസ്റ്റൻ പീരീഡിലാണ് നമ്മുടെ ഡ്രൈഡൻ, പോപ്പ്, സ്വിഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയുന്ന കുറച്ച് റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ അഗസ്റ്റൻ പീരീഡ് എന്നാണ് പറയുക. കാരണം അവർ കൂടുതലായിട്ടും ഒരു അഗസ്റ്റസിൻ്റെ കാലത്തുള്ള അതിനെ ആ ഒരു ആർട്ടിനെയും ഫോമിനെയും അതിനൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ അഗസ്റ്റൻ പീരീഡ് എന്ന് പറയും. അതും ഈ ഒരു ന്യൂ ക്ലാസിസത്തിൻ്റെ ഒരു സെക്കൻഡ് പീരീഡാണ്. പിന്നെ ദ ഏജ് ഓഫ് ജോൺസൺ. ഏജ് ഓഫ് ജോൺസൺ എന്ന് പറഞ്ഞാൽ 1746 to 1795 ആണ്. ജോൺസൺ, സാമുവൽ ജോൺസൺ, ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ഹിം. ഡോക്ടർ സാമുവൽ ജോൺസൺ, എ മാൻ ഓഫ് ലെറ്റേഴ്സ്, ലെക്സിക്കോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം. ഡിക്ഷണറി ഒക്കെ കമ്പൈൽ ചെയ്തെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ 3 ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് ഇതിനെ നിയോ ക്ലാസിസത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക 1660 to 1798. ഓക്കെ, റെസ്റ്റോറേഷൻ പീരിയഡ്, ദ അഗസ്റ്റൻ പീരിയഡ്, ദ ഏജ് ഓഫ് ജോൺസൺ, ഇങ്ങനെ 3 ഭാഗമായിട്ട്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്? ദാറ്റ് ഈസ് ഇമിറ്റേറ്റ് ദ സ്റ്റൈൽ ഓഫ് റോമൻസ് ആൻഡ് ഗ്രീക്സ്. റോമൻസിൻ്റെ ഗ്രീക്സിൻ്റെ അതാണ് നമ്മളൊക്കെ അറിയാമല്ലോ, നമ്മൾ ക്ലാസ് ഓൾറെഡി കണ്ടതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിനെ നേരിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കൺസർവേറ്റിസം, ഇൻ്റലക്ച്വലിസം, റാഷണലിസം. മനുഷ്യരൊക്കെ എന്താ പറയുക, വിചാരങ്ങൾക്കൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇമോഷനൊക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ്, വളരെ മോശമാണ്, അതിനൊന്നും ആരും മൈൻഡ് ചെയ്യുക പോലും ഇല്ല. ഇൻ്റലക്ച്വലിസം, ആ ഒരു റാഷണലിസം, അതിനെ ബേസ് ചെയ്തിട്ട് ലോജിക്കൽ, ഏജ് ഓഫ് റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ അതിനെ കണ്ടിരുന്ന ഒരു റൈറ്റേഴ്സാണ്, ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സാണ് അവർ. പിന്നെ അന്ന് എന്താ പറയുക, പാരഡി, സറ്റയർ, മെലോ ഡ്രാമ, എസ്സേ, ഫേബിൾസ്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് അവിടെ അന്നുണ്ടായിരുന്നുള്ള സോണേഴ്സ്. ഓക്കെ, അപ്പം അവർ ഫോക്കസ് ചെയ്തിരുന്നത് പാരഡി, സറ്റയർ, മെലോ ഡ്രാമ, എസ്സേ, ഫേബിൾസ് ഒക്കെയാണ്. അപ്പം നിങ്ങൾക്ക് സെറ്റേഴ്സൊക്കെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള സെറ്റേഴ്സൊക്കെയാണ് ആ കാലത്ത് ഉണ്ടായിട്ടുള്ള പല സെറ്റേഴ്സും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം ഇതിൽ ഓതേഴ്സിനെയും വർക്ക്സിനെയൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയി മനസ്സിലാകും. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ ഓതേഴ്സ്. ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, സാമുവൽ ജോൺസൺ. കുറച്ച് പേരെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, സാമുവൽ ജോൺസൺ, ജൊനാഥൻ സ്വിഫ്റ്റ്. ഇവരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ്. നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും വരേണ്ട 4 പേരുകളാണിത്. ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, സാമുവൽ ജോൺസൺ, ജൊനാഥൻ സ്വിഫ്റ്റ്. ഇവർ 4 പേരും കൃത്യമായിട്ട് ഈ ഒരു നിയോ ക്ലാസിക്കൽ എലമെൻറ്റ്സ് ഫോളോ ചെയ്യുന്ന റൈറ്റേഴ്സാണ്, ഓതേഴ്സാണ്. വി ക്യാൻ സി ദ നെക്സ്റ്റ് വൺ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ഗളിവേഴ്സ് ട്രാവൽസ് സ്വിഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക്, അലക്സാണ്ടർ പോപ്പിൻ്റെ റേപ്പ് ഓഫ് ദ ലോക്ക്. അപ്പോൾ അത് നിങ്ങളൊരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിലൊക്കെ മീൻസ് നിങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ ഡിഗ്രിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഡിഗ്രി പി ജിക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അത് ശരിക്കും ആ ഒരു അതിൻ്റെ സെറ്റിങ്സ്, അതൊരു സറ്റയറാണ് അല്ലേ. ആ സറ്റയർ ശരിക്കും നല്ല രസമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഗ്രീക്ക് രീതിയിലുള്ള ഒരു ഇൻവൊക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു എന്താ പറയുക
നല്ല കൃത്യമായിട്ട് ന്യൂ ക്ലാസിക്കൽ എലമെൻറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു വർക്കാണ്. ദെൻ എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് സാമുവൽ ജോൺസൻ്റെയാണ്, ഡോക്ടർ സാമുവൽ ജോൺസൺ, എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് ഹാസ് ഡിഫൈൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്ച്വലി. പിന്നെ ജോൺ ടൈഡൻ്റെ മാക് ഫ്ലക്നോ, അബ്സലം ആൻഡ് എക്കിറ്റോഫൽ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സറ്റയേഴ്സ് ആട്ടോ. അദ്ദേഹത്തിൻ്റെ ഐ മീൻ പൊളിറ്റിക്കൽ എനിമീസിനൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ടും ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സറ്റയേഴ്സ് എഴുതുന്നുണ്ട്, പവർഫുൾ സറ്റയേഴ്സ്. ഔട്ട്സ്റ്റാൻഡിംഗ്ലി ഗുഡ് ആർട്ടിസ്റ്റിക് വർക്ക്സ് ആണ്, അത് പറയാൻ കാര്യം സറ്റയേഴ്സ് അതിൽ മാക് ഫ്ലക്നോ, അബ്സലാം ആൻഡ് എക്കിറ്റോഫലൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ്ലി ഗുഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആയിട്ട് നമ്മൾ ന്യൂ ക്ലാസിക്കൽ വർക്ക്സിനെ കാണുന്നു. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പം അതിനാദ്യം now shall we move to the questions? Okay, I hope you understood what is classical age and then neoclassical age. The thing is that ഒരുപാട് 12, 13 ഒക്കെ നമുക്ക് ഇങ്ങനെ ടേംസ് പഠിക്കാണ്ട്, ഇങ്ങനെയുള്ള ടേംസുകൾ പഠിക്കാണ്ട് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലായി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ 12 എണ്ണത്തിൽ നിന്നോ അല്ലെങ്കിൽ 13 എണ്ണത്തിൽ നിന്നോ നമുക്ക് ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും അതിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് എന്താണെന്ന് അറിയേണ്ട രീതിയിൽ എല്ലാ ഓതേഴ്സിനെയും അത്യാവശ്യം അറിയേണ്ട ഓതേഴ്സ്, അതുപോലെ അത്യാവശ്യം അറിയേണ്ട വർക്ക്സ്, ജനറലായിട്ട് ഇപ്പം നമ്മളൊരു ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള നിലയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വർക്ക്സ്, അതാണ് ഞാനിതിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് നോക്കിയാലോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആസ് പോറ്റിക്ക വാസ് റിട്ടേൺ ബൈ ഡാഷ്. ഓക്കെ, ഹൊറേസ്. അപ്പം ഇനി ആസ് പോറ്റിക്ക നിങ്ങൾക്ക് തെറ്റില്ല, കാരണം നമ്മളങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഡോക്ടർ ജോൺസൺ ബിലോങ്സ് ടു ഡാഷ് ഏജ്, ന്യൂ ക്ലാസിക്കൽ ഏജ്. ഓക്കെ, ദെൻ ന്യൂ ക്ലാസിക്കൽ റൈറ്റേഴ്സ് കൺസിഡർ ഡാഷ് ആസ് ഇൻഫീരിയർ. മോശമായിട്ട് കണ്ടിരുന്നത് എന്താണ് ന്യൂ ക്ലാസിക്കൽ റൈറ്റേഴ്സ്? ഇമോഷൻസിനെയാണ് കേട്ടോ, ഇമോഷൻസിനെയാണ് അവർ ഇൻഫീരിയർ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഇൻ്റലക്ച്വലിസമാണ് അവരുടെ മെയിൻ. ഇൻ്റലക്ച്വലിസം, റാഷണലിസം ഒക്കെയാണ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഇമോഷൻസ് ഒരു രണ്ടാം ഒരു എന്താ പറയുക മോശമാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവർ കണ്ടിരുന്നത്. പിന്നെ നമ്മൾ വേർഡ്സ്വർത്തിൻ്റെ കാണും. ഇനിയിപ്പോൾ മൺഡേ നമുക്ക് വേർഡ്സ്വർത്തിൻ്റെ ഫസ്റ്റ് ലിറിക്കൽ ബാലഡ്സ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണത് വ്യത്യാസം വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഇമോഷൻസാണ് അവർ ഇൻഫീരിയർ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. മാക് ഫ്ലക്നോ ഈസ് റിട്ടൺ ബൈ, മാക് ഫ്ലക്നോ ആരാണ് എഴുതിയത്? നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ജോൺ ടൈഡൻ, വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ന്യൂ ക്ലാസിസം എൻഡഡ് ഇൻ ഡാഷ് 1798. ഓക്കെ, മീഡിയ ഈസ് എ പ്ലേ ബൈ ഡാഷ്. മീഡിയ ഈസ് എ പ്ലേ ബൈ ഡാഷ്. ഓക്കെ, Virgil is a dash writer. Virgil is a dash writer. രണ്ടും വരാം, റോമൻ റൈറ്റർ എന്ന് വരാം, ക്ലാസിക്കൽ റൈറ്റർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. റോമൻ. ഓക്കെ, റോമൻ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ കൊടുത്തത്. പിന്നെ ക്ലാസിക്കൽ ഇറ സ്റ്റാർട്ടഡ് ഇൻ ഡാഷ്. ക്ലാസിക്കൽ ഇറ സ്റ്റാർട്ടഡ് ഇൻ ഡാഷ്. 400 BC. അപ്പോൾ BC ആണ് കേട്ടോ, ബി മാത്രമേ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടൊക്കെ പോകുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെ ഒരൊന്ന് മിസ്സാകുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും മതി, കഴിഞ്ഞു ഏകദേശം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വേറെ ഇതിലേക്ക് പോകണം, അത് പിന്നെ നമുക്ക് പിന്നെയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും മതി.